Meet the editors. ഏജൻസികൾ ആയുധമോ എന്നാണ് ചോദ്യം. ഈ ഏജൻസികളെക്കുറിച്ച് വാഷിംഗ് മെഷീനുകൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് പഴയകാലത്ത് CBI കൂട്ടിലടച്ച തത്ത എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മറ്റ് ഏജൻസികളെ ഫലപ്രദമായി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു എന്നതാണ് 2014 ശേഷമുള്ള പ്രത്യേകതയായിട്ട് വിലയിരുത്തുന്നത്. അതിൽ നമ്മൾ കേൾക്കാത്ത ഏജൻസികൾ പോലും ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ്. IT രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ആ അർത്ഥത്തിൽ കേട്ടിട്ടില്ല. ED ഉപയോഗിക്കുന്നു. അതും ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത്. ആർക്കെതിരെ കേസെടുക്കുന്നോ അവർ NDA ചേർന്നാൽ ആ കേസുകൾ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയും കാണുന്നു. അവിടെയാണ് റോയിയുടെ മരണം സംശയം ജനിപ്പിക്കുന്നത്. ഏജൻസികൾ ആയുധമായി ഉപയോഗിക്കുകയാണോ? ഏജൻസികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം പരിതസ്ഥിതി പല രീതിയിൽ ആളുകളെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അത് രാഷ്ട്രീയമായാലും ബിസിനസ് ആയാലും മറ്റേത് മേഖലയായാലും അത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം അങ്ങനെയാണ്, അതല്ലാത്തത് കൊണ്ട് എല്ലാം അങ്ങനെയല്ല. രണ്ടും പറയാൻ നമുക്കിപ്പോൾ പരിമിതികളുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി, ഗൾഫിലുമൊക്കെ അറിയപ്പെടുന്ന ഫോബ്സ് മാസികയിൽ വരെ മുഖം വന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് 30 മണിക്കൂർ കഴിയുന്നു. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നത്, എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചുള്ള വ്യക്തമായ യാതൊരു സൂചനകളും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ വായുവിലാണ്. ആത്മഹത്യാക്കുറിപ്പില്ല. എന്താണ് ഇൻകം ടാക്സ് ഏജൻസികൾ പരിശോധിച്ച് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിവൊന്നുമില്ല. ഇൻകം ടാക്സ് ഏജൻസികളും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഈ IT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അനധികൃതമായ സ്വത്തും അനധികൃതമായ പണവും അല്ലെങ്കിൽ വരുമാനവും കണ്ടുപിടിക്കാനുള്ള ഏജൻസിയാണല്ലോ. ഈ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ ഏജൻസിയുടെ കീഴിൽ വരുന്ന കുറ്റങ്ങളെല്ലാം അത് നോൺ കോഗ്നിസബിളാണ്. എന്ന് വെച്ചാൽ കോടതിയിൽ നിന്ന് ഒരു മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അറസ്റ്റ് ചെയ്താലോ അത് സ്റ്റേഷൻ ജാമ്യമാണ്. നിസ്സാരമായി പുല്ലുപോലെ ജാമ്യം കിട്ടാവുന്ന ബെയിലബിൾ ഒഫൻസാണ്. ഈ രണ്ട് കാര്യവും ഇരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വാറണ്ട് വന്നതായി അറിയില്ല. എന്ന് വെച്ചാൽ CJ റോയിയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നീക്കവും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം. ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഡോക്യുമെൻറ്റുകൾ IT വിഭാഗം ഒപ്പിട്ട് റോയുടെ നിന്ന് വാങ്ങിക്കുകയാണ്, കോടാനുകോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് റോയ് സമ്മതിച്ചു എന്ന് ഇരിക്കട്ടെ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്താണ് പറയുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നത് അണ്ടർ ഡ്യൂറസ് എന്ന് പറഞ്ഞ CJ റോയ്ക്കോ അങ്ങനെയുള്ളവർക്കോ കൃത്യമായി വാദിക്കാനാവും. ഇന്ത്യയിൽ കസ്റ്റംസിന് മുമ്പിൽ ഒപ്പിട്ട് കൊടുത്തത് ഒഴികെയുള്ള എല്ലാം, EDക്ക് മുമ്പിൽ അടക്കം ഒപ്പിട്ട് കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റുകളും കോടതിയിൽ ഇൻഅഡ്മിസിബിളാണ്. കാരണം സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു കൊടുത്തു എന്ന് പറയാൻ പറ്റും. CJ റോയ് ഇതൊക്കെ അറിയാവുന്ന മനുഷ്യനാണ്. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, അറസ്റ്റിനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വാറണ്ടുള്ളത് നമുക്കറിയില്ല. എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതൊന്നും തെളിവായി നിൽക്കില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കെ എന്തുകൊണ്ട് CJ റോയ് വെടിവെച്ച് ജീവൻ ഒടുക്കി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിയറികൾ ഇങ്ങനെ വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയം, ഞാൻ ഈ അന്വേഷണ ഏജൻസികളെ സംശയിക്കാനല്ല ആദ്യ ഘട്ടം പറയാൻ പോകുന്നത്, തിരിച്ചാണ്. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം തുടങ്ങി. ഇത് മണി ലോണ്ടറിങ് ആക്ടിലേക്ക് വല്ലതും, PMLA ആക്ടിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ED ഇതിന് പിന്നാലെ വരുന്നുണ്ടോ? CJ റോയ് വളരെ വലിയ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളിൽ പെട്ടിട്ടുണ്ടോ? വെറും അനധികൃത സ്വത്തോ വെറും അനധികൃത ധനസമ്പാദനമോ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ, മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കാരണം CJ റോയിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം സ്ലോവാക്ക് റിപ്പബ്ലിക്കിൻ്റെ ഓണററി അംബാസിഡറാണ്. നമ്മൾ റഷ്യയിലെ ഓണററി അംബാസിഡറെ കേട്ടിട്ടുണ്ട്, ശ്രീലങ്ക കേട്ടിട്ടുണ്ട്, അതുപോലെ ജർമ്മനി കേട്ടിട്ടുണ്ട്. ഇതെല്ലാം മലയാളികളാണ്. പക്ഷേ സ്ലോവാക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് യൂഗോസ്ലാവിയയുടെ ഘട്ടമായി അങ്ങ് യൂറോപ്പിൽ കിടക്കുന്ന ഒരു ചെറിയ രാജ്യം. അതിൻ്റെ ഓണററി കൗൺസിലായിട്ട് വരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മണി ലോണ്ടറിങ് PMLA ആക്ടിൻ്റെ ഭാഗമായി EDയും മറ്റ് ഏജൻസികളും വരാൻ സാധ്യതയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ എന്തെങ്കിലും CJ റോയ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം IT വന്നപ്പോൾ തന്നെ ആത്മഹത്യയിൽ അഭയം തേടിയത്? ഇതൊക്കെ സ്വാഭാവികമായ സംശയങ്ങളാണ്. പക്ഷേ ഈ സംശയങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്നതാണ് കഴിഞ്ഞ 10-12 വർഷത്തെ ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിക്രമങ്ങളെന്ന് പറയുന്നത്. 2014 ശേഷം മാത്രമല്ല, പല കാലത്ത് പല രീതിയിൽ നമ്മുടെ തന്നെ കേരളത്തിൽ തന്നെ പ്രിയപ്പെട്ട, കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ബിസ്ക്കറ്റ് രാജാവ് രാജൻ പിള്ള തിഹാർ ജയിലിൽ മരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലാണ്. ഒരു തരത്തിലും ആ മനുഷ്യന് മരുന്ന് പോലും കൊടുക്കാൻ തയ്യാറാവാതെ തിഹാർ ജയിലിലെ തണുത്തുറഞ്ഞ ജയിൽ നിലത്ത് കിടന്ന് രക്തം വാർന്നാണ് ആ മനുഷ്യൻ മരിച്ചത്. ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ആ വായിൽ നിന്ന് ചോര ഒഴുകി വരുന്ന രാജൻ പിള്ളയുടെ മൃതദേഹം അത് പിറ്റേ ദിവസം പത്രങ്ങളൊക്കെ വളരെ വലിയ വാർത്തയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. വേണമെങ്കിൽ ബിസിനസ് റൈവലറിയുടെ പേരിലൊക്കെ ആളുകളെ പുഷ്പം പോലെ
കൊല്ലാനുള്ള സംവിധാനവും ശക്തിയും കേന്ദ്ര ഏജൻസികൾക്കുണ്ട് എന്ന് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2014 ശേഷം മോദി സർക്കാർ വന്നതിന് ശേഷം പണ്ട് CBI ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു കയറി അത് ED ആയാലും IT ആയാലും മറ്റൊരുപാട് ഏജൻസികളായാലും അവർക്കെല്ലാം ചെയ്യാനുള്ള അധികാരം വന്നിട്ടുണ്ട്. ED എടുക്കുന്ന കേസുകളിലും IT എടുക്കുന്ന കേസുകളിലും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും അവർ പ്രതികളാകുന്ന കേസുകൾ ഏതാണ്ട് 700% മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ എടുക്കുന്ന കേസുകളൊക്കെ ആരെങ്കിലുമൊക്കെ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കേസുകൾ ശിക്ഷിക്കുന്നത് തുലവും കുറവാണ്. അനന്തമായ കേസുകൾ നീണ്ടിരിക്കുക, കോടതികൾ കയറി ഇറങ്ങുക, ജയിലിൻ്റെ പടിവാതിക്കൽ വരെ എത്തുക, ജയിലിൽ കിടക്കുക, അതാണ് സ്ഥിരം പരിപാടി. അതല്ലെങ്കിൽ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ പേടിച്ച് മുട്ടുവിറച്ച് നേരെ BJPയിൽ ചേർന്നാൽ പിന്നെ ആ കേസിനെക്കുറിച്ച് യാതൊരു ഉത്തരവുമില്ല. കഴിഞ്ഞ ദിവസം മരിച്ച മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ NCP പിളർന്ന അദ്ദേഹം BJP പക്ഷത്തേക്ക് കൂറുമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം അവസാനിക്കുന്നു. എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ അദാനിയുടെ കയ്യിലിരിക്കുന്ന NDTVയെ എങ്ങനെയാണ് വളഞ്ഞു പിടിച്ചത്? NDTVക്കെതിരെ നിരന്തരം കേസുകൾ. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസുകൾ മുഴുവൻ വിട്ടുപോയത്. ഒരു തരത്തിലും ആ കേസുകൾക്ക് യാതൊരു സാങ്കത്യമില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും പ്രണോയ് റോയുടെ കയ്യിൽ നിന്ന് ആ കമ്പനി അദാനിയുടെ കയ്യിലെത്തി. ബോംബെയിലെ വിമാനത്താവളത്തിൻ്റെ മെയിൻ്റനൻസ് ചാർജും ഗ്രൗണ്ടിൻ്റെ ചുമതലയുണ്ടായിരുന്ന GMR ഗ്രൂപ്പിനെ ഇതുപോലെയായിരുന്നു. റെയ്ഡ് നടത്തി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അതിനുശേഷം GMR ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഈ ബോംബെയിലെ എയർപോർട്ടിൻ്റെ ചുമതല ടെൻഡറിൽ നിന്ന് അവർ പിന്മാറുന്നു. അദാനി ഗ്രൂപ്പ് വരുന്നു. ചുരുക്കത്തിൽ വേട്ടപ്പട്ടികളെ പോലെ കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിടുക, അതിനുശേഷം തങ്ങളുടെ വരുതിയിൽ ആളുകളെ എത്തിക്കുക. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല ബിസിനസ് ഇന്ത്യയിലെ ഒരു പിടി മോദിക്ക് സ്തുതി പാടുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ബിസിനസ് ഗ്രൂപ്പുകൾക്കും ബിസിനസ്സുകാർക്കും വേണ്ടി ബാക്കി എല്ലാവരെയും വളഞ്ഞു പിടിക്കുന്ന ഒരു രീതി നാട്ടിലുണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ല. ഞാനിപ്പോൾ പറഞ്ഞ NDTVയുടെയും GMR ഗ്രൂപ്പിൻ്റെയും തെളിവ് ബിസിനസ് ലോകത്തു നിന്ന് നിരവധി സുവേന്ദ്ര അധികാരി പോലെയുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കൾ, എനിക്കൊന്ന് ഒരു 10 പേരുടെയെങ്കിലും ചുമ്മാ ഇപ്പം നമുക്ക് പറയാൻ പറ്റും. 10 എണ്ണം കണ്ണടച്ച് പറയാം. കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയത്, TMCയിൽ നിന്ന് പോയത് ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനാണ്. പിന്നെ അവരുടെ പേരുള്ള കേസിനെ കുറിച്ച് ആരും കേൾക്കില്ല, ആരും കാണില്ല. അതുമാത്രമോ, ഓർമ്മയില്ലേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ? ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആരാണ് പൈസ ഇട്ടതെന്ന് ഒരു തരത്തിലും പുറത്തറിയില്ല എന്ന് ഉറപ്പായപ്പോൾ ആരൊക്കെയാണ് പണം കൊടുത്തതെന്ന് വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഉത്തരവുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. എന്താ, ഡൽഹിയിലെ മദ്യ അഴിമതി കേസിൽ അവിടുത്തെ അരവിന്ദ് കെജ്രിവാൾ, അവിടുത്തെ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതി 250 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തത്. എത്രയോ ആളുകൾ, നാട്ടിലെ അഴിമതി കേസുകൾ പിടിക്കപ്പെട്ടവരെല്ലാം ക്യൂ ആയിട്ട് നിന്ന് ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ദിവസം രാവിലെ ഞെട്ടി, വൈകുന്നേരം ആയപ്പം മറ്റു വാർത്തകളുടെ പിന്നാലെ പോയി ബിസിനസ് ആസ് യൂഷ്വൽ. കേസിൽപ്പെടുന്ന ആളുകൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടാനുകോടി രൂപ BJPയിലേക്ക് മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചില്ല. NDTV കൈമറിഞ്ഞു പോയി. പല പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളും കേന്ദ്ര ഏജൻസികളുടെ ഹറാസ്മെൻറ്റിൽ പെട്ട് ഊഴലി അവസാനം ബിസിനസ്സൊക്കെ മറ്റു പലരെയും ഏൽപ്പിച്ച് പിന്മാറി. പല രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ പോയി. പല രാഷ്ട്രീയ നേതാക്കളും ഒരു ഉളുപ്പുമില്ലാതെ BJPയിലേക്ക് പോയി സ്വന്തം തടി കഴിച്ചിലാക്കി. ഇത്രയുമാണ് കഴിഞ്ഞ 10-12 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം. ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ടാക്സ് ടെററിസത്തിൻ്റെ 10-12 വർഷമാണ് ഇന്ത്യ കണ്ടത്. അങ്ങനെ ഇരിക്കെ ഒരു മനുഷ്യൻ തോക്കെടുത്ത്, ഇതിനിടയ്ക്ക് മറ്റു ചില ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ തന്നെ, ഇപ്പോൾ ഇദ്ദേഹത്തിനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ BJPക്ക് മറിച്ചുവിറ്റ് തടി കഴിച്ചിലാക്കുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണോ CG റോയ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനമായൊരു മനുഷ്യൻ വെടിതീർത്ത് മരിച്ചത്? നമുക്കറിയില്ല. അദ്ദേഹത്തിനെതിരെ ഒരുപാട് തെളിവുകളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ അതൊക്കെ റദ്ദ് ചെയ്തതാണ് കഴിഞ്ഞ 10-12 വർഷമായി ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിക്രമങ്ങൾ. ടാക്സ് ടെററിസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി, അവരെ വരുതിയിലാക്കാൻ വേണ്ടി നടത്തുന്ന വേട്ടകളാണ്. അതോടൊപ്പം പല ആളുകളെ, ഇപ്പോൾ ഒരു കേരളത്തിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെ അവസാനം പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായി. മുതലാളി മാത്രമല്ല, ഡൽഹിയിലിരിക്കുന്ന മുതലാളി മാത്രമല്ല, ഈ IT ED ഉദ്യോഗസ്ഥർ തന്നെ സ്വന്തം നിലയ്ക്കും പിരിവും കച്ചവടവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികളാണ് ഡീൽ വയ്ക്കുന്നത്. 50 കോടി 100 കോടി കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ. ഇതും ഓൺ റെക്കോർഡാണ്. ഉദാഹരണം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഒരു ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സർവീസ് തീരുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. ചുരുക്കത്തിൽ സത്യമേത് നുണയേത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ചരിത്രം കുറച്ച് നാളായി ഒരു തരത്തിലുള്ള വകതിരിവുമില്ലാതെയുള്ള വേട്ടയാടലിൻ്റേതാണ്, ടാക്സ് ടെററിസത്തിൻ്റെതാണ്.
ഞാൻ പറയുന്നതിന് കാരണം ഇത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മാത്രം കഥയല്ല. ഞാൻ പറയുന്നു, കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഇതുപോലെ തന്നെയുള്ള ബിൽഡേഴ്സിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ഇപ്പോൾ IT റെയ്ഡുകളും പരിശോധന നടക്കുകയാണ്. ഇത് ഡിസംബറിൽ തുടങ്ങിയതാണ്. വളരെ വലിയൊരു പ്ലാൻ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വളരെ വലിയ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം അവരെ പിടിച്ചത്. പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനൊരു മനുഷ്യൻ നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കളയുമെന്നുള്ളത്. വല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമോ, അതോ ശരിയായ ഒരു അന്വേഷണത്തിൽ അദ്ദേഹം അദ്ദേഹം പിടിക്കപ്പെട്ടതാണോ എനിക്കറിയില്ല. ചരിത്രം പക്ഷേ തിരിച്ച് വിശ്വസിക്കാനാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഒരു തരത്തിലും IT ED ഉദ്യോഗസ്ഥരെയും സംവിധാനത്തെയും വിശ്വസിക്കാനുള്ള തെളിവുകൾ നമുക്കില്ല, വിശ്വസിക്കാൻ പറ്റില്ല. റോയി നിർബന്ധത്തിന് വല്ലാതെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ആത്മഹത്യ ചെയ്താവാനുള്ള സാധ്യത 50% മുകളിലാണ്. IT ED ഏജൻസികൾ ആയുധമാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുനിൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ ഒരുപക്ഷെ ഒരുപാട് കണക്കുകൾ ഉണ്ടാവും. ED IT റെയ്ഡുകൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്രം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. 2014 മുതൽ ED നടത്തിയ അന്വേഷണത്തിന് കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. IT റെയ്ഡുകൾ ഞെട്ടിക്കുന്നതാണ്. ഇതിലെല്ലാം അപ്പുറത്ത് നിൽക്കുന്നതിൽ 95%, 97% പ്രതിപക്ഷത്തിനുള്ളവരോ സർക്കാരുമായി സഹകരിക്കാത്ത ബിസിനസ് ടൈക്കൂണുകളോ ആണ് എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിനെ അപ്പാടെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ നോക്കൂ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ സ്വന്തം നിലയിൽ തോക്കെടുത്ത് വെടിവെക്കണമെങ്കിൽ അത്രമേൽ സമ്മർദ്ദത്തിലായിട്ടുണ്ടാവാം. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ NDA ലയിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. ഏജൻസികൾ ആയുധങ്ങളായി മാറുകയാണോ? ED കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. ഇലക്ഷൻ സമയത്ത് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഏജൻസി എന്നാണ് ED കുറിച്ച് പറയുന്നത്. എവിടെയൊക്കെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെയൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങും. എന്നിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ വീടുകളിൽ കയറും, സ്ഥാപനങ്ങളിൽ കയറും, റെയ്ഡ് നടത്തും, പ്രതിപക്ഷ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കും. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് IT പോക്ക്. അപ്പോൾ ആദായനികുതി വകുപ്പും ആ നിലയിൽ തന്നെയാണ് രാജ്യത്ത് അന്വേഷണം നടക്കുന്നത്. ആ നിലയിൽ ഈ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ ഇത്തരം കേസുകളിൽ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സാവകാശം അവരിൽ നിന്ന് തേടണം. ഇതൊരു കൊലക്കേസ് പോലുള്ള കേസുകളല്ലല്ലോ. അപ്പോ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ പക്വതയോടുകൂടി ഇടപെടണം എന്ന് സുപ്രീം കോടതി പലതവണ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടും. ഈ BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഏതാണ്ട് 95% മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം 95% ED കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത്. എത്രയാണ് ഇതിലെ പ്രോസിക്യൂഷൻ നടന്നത്, എത്രയാണ് ഈ കേസ് തീർപ്പാക്കിയത്, കൺവിക്ട് ചെയ്തത് നോക്കിയാൽ 1-2% ബാക്കിയുള്ള കേസുകൾ മുഴുവൻ ഒന്നിലെ വിചാരണ കോടതിയിലാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിലാണ്. കേസിലെ പ്രതികളൊക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങി, ചില ആളുകൾ വിചാരണയ്ക്ക് പ്രതികളായി ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ നിലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ, രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാനുള്ള ആയുധമാക്കി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ 10-12 വർഷമായി രാജ്യം കാണുന്നതാണ്. ഇപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണോ ഇപ്പോ ഈ CJ റോയ്ക്കെതിരെ ഉണ്ടായതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസിന്റെ വസ്തുത നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളൊക്കെ തന്നെ അത്ഭുതത്തോടെയാണ് CJ റോയ് എന്ന് പറയുന്ന ബിസിനസ്മാന്റെ വളർച്ച നമ്മൾ കണ്ടത്. വലിയ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ മരണം നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 10-22 വർഷമായി കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മളൊക്കെ തന്നെ ഏത് മാധ്യമമായാലും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് വളർച്ച എന്ന് പറയുന്നത് ഈ കാലത്താണെങ്കിൽ ജെൻസി വിഭാഗത്തിന്റെ ഒക്കെ തന്നെ വലിയ ആവേശമാണ്. അദ്ദേഹത്തിന്റെ ആഡംബര കാറുകളെ കുറിച്ച് പറയുന്നു. അപ്പോ ഏതൊക്കെ കാറുകളാണോ വിപണിയിൽ ഇറങ്ങുന്നത് അതിൽ ഏറ്റവും മുന്തിയ കാറുകൾ അദ്ദേഹം സ്വന്തമാക്കുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു. ഏറ്റവും മുന്തിയ വിമാനം അദ്ദേഹം സ്വന്തമാക്കുന്നു. അപ്പോ ആ നിലയിൽ 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്മാൻ. ഒരു 1.5 മാസം മുൻപ് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ കാർ പോർച്ചിൽ ഇങ്ങനെ 10-11 റോൾസ് റോയ്സ് കാറുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഏറ്റവും ആഡംബര കാറുകൾ, ഏറ്റവും സ്പെഷ്യൽ എഡിഷൻ കാറുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ കാറുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അഭിമുഖം നൽകുന്നത്. ആ കോൺഫിഡൻസ് ആണ്, അത്രയും കോൺഫിഡൻസിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബിസിനസ്മാൻ, അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു ബിസിനസ്മാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു IT ഉദ്യോഗസ്ഥർ വരുന്നു, പെട്ടെന്ന് അദ്ദേഹത്തോട് കുറെ രേഖകൾ ചോദിക്കുന്നു. ഉടൻ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനാകുന്നില്ല. ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തള്ളിക്കളയാനുമാകില്ല. ആ നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. നോക്ക്, നമ്മൾ ഈ സംഭവം നടന്ന് ജിമ്മി പറഞ്ഞതുപോലെ 30 മണിക്കൂർ പിന്നിടുകയാണ്. എന്താണ് കേസ്? എന്താണ് CJ റോയിന്റെ പേരിലുള്ള ചാർജ്? എന്തിനാണ് CJ റോയിന്റെ ഓഫീസിൽ കഴിഞ്ഞ കുറെ ദിവസമായി IT റെയ്ഡ് നടത്തുന്നത്?
എന്ത് സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ എന്തെങ്കിലും മറ്റേ കേസിൽപ്പെട്ടാല് കൃത്യമായി വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുമല്ലോ. അതായത് മറ്റേ നമ്മുടെ നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ തന്നെ ഇവരെ പ്രതി ചേർത്തപ്പോ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോ എത്ര മണിക്കൂറാണ് രാഹുൽ ഗാന്ധി ഇരുന്നത്, എങ്ങനെയാണ് ഇരുന്നത്, രാഹുൽ ഗാന്ധി വിയർത്തോ, രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നടന്നോ, രാഹുൽ ഗാന്ധി മൂത്രമൊഴിച്ചോ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇ ഡി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ കേസിന്റെ പിന്നിൽ എന്തിനാണ് CJ റോയിക്കെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നത്? കഴിഞ്ഞ കുറെ ദിവസമായി എന്തിനാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അന്വേഷണം നടന്നത്? അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഇതുവരെ IT വിഭാഗം അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തും എന്നൊക്കെ ഇപ്പോൾ കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനായിട്ടൊക്കെ ഒരു അന്വേഷണ ഏജൻസിയെ, പ്രത്യേക അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിന് പിന്നിൽ വലിയ സംശയമുണ്ട്. ചില ബിസിനസ്സുകാർക്ക് മാത്രം വളരാൻ കഴിയുന്ന ഒരു മണ്ണായി ഇന്ത്യ മാറുന്ന ഒരു സാഹചര്യമാണ്. നോക്കൂ, അദാനിയുടെ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യത്തിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കയറുമോ? ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, അദാനിക്ക് ക്ലീൻ ചിറ്റും കിട്ടി. അമേരിക്കൻ കോടതികളിലെ അദാനിക്കെതിരെ വലിയ കേസുകളാണ്. അദാനിയെ അമേരിക്കയിൽ പോയാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ഗുരുതരമായ കേസുകൾ, അവിടെ കൈക്കൂലി കൊടുത്തു എന്നും അവിടെ കോഴ കൊടുത്തും എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ അദാനിക്കെതിരെ അമേരിക്കയിലെ കോടതികളിലുണ്ട്. അവിടെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തും ചെയ്യാം. അപ്പോൾ അദാനിയെ പോലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് നേരെ ഒരു നീക്കവുമില്ല. അവിടെ ഒരു അന്വേഷണ ഏജൻസിയും കയറില്ല. അതേസമയം ഇതുപോലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസികൾ കയറുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ അവിടെ കയറിയത്? അപ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള എല്ലാ ബാധ്യതയും ഇപ്പോൾ IT വിഭാഗത്തിനുണ്ട്. കാരണം കഴിഞ്ഞ 10 നൂറ്റാണ്ടായി, 22 വർഷമായി, 25 വർഷമായി ബിസിനസ് രംഗത്ത് വലിയ വളർച്ച നേടിയ ഒരു ബിസിനസ്സുകാരനാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് ട്രാക്ക് റെക്കോർഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കറ പുരണ്ട ഒരു സാഹചര്യമില്ല, നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സെലിബ്രേഷനായി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ എല്ലാ നിമിഷവും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ സ്ഥലത്ത് പോകുന്നതായിക്കോട്ടെ, വരുന്നതായിക്കോട്ടെ, അങ്ങനെ സെലിബ്രേഷനായി കൊണ്ട് നടന്നുകൊണ്ട് ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ സ്വന്തമാക്കാനായി വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു ബിസിനസ്സുകാരൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം വലിയ ഒരു കേസിൽ അദ്ദേഹം നിഴലിലാകുന്നു. അദ്ദേഹം ED യുടെ സമ്മർദ്ദത്തിലാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിങ്ങനെ ഇദ്ദേഹവുമായി ബന്ധമുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ED വല്ലാതെ ശല്യപ്പെടുത്തുന്നു, IT ഡിപ്പാർട്ട്മെന്റ് വല്ലാതെ ശല്യപ്പെടുത്തുന്നു, അതിങ്ങനെ തുടരുകയാണ്, നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്? ഇപ്പോ ഇന്ന് ഈ മണി കൺട്രോൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവരുടെ റിപ്പോർട്ടിനകത്ത് ഒരു വരി ഇങ്ങനെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ വലിയ ആസ്തി ഇദ്ദേഹത്തിനുണ്ട് എന്ന് IT സംശയിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ വലിയ ആസ്തി അദ്ദേഹത്തിനുണ്ട് എന്ന് IT ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു എന്നാണ്. പക്ഷെ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് സംശയിക്കുന്നത്? ഇപ്പോ കുടുംബം വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തോട് പണം ചോദിച്ചു എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ആരോപണമാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത്, വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ജിമ്മി പറഞ്ഞതുപോലെ ഇപ്പോഴും അദ്ദേഹം സ്വയം തന്നെ വെടിവെച്ച് മരിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ അതിന്റെ വസ്തുത പുറത്തു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ അവർക്ക് വിശ്വാസ്യതയെ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ 10-20 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒരു അസാധാരണ കേസുകൾ സംഭവിച്ചാൽ CBI വിളി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ വിളി എന്നുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വന്നാൽ പെട്ടു എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എനിക്ക് തോന്നുന്നു BJP സംസ്ഥാനങ്ങൾക്ക് പോലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് പോകുന്നത് ഭയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആ രൂപത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അത് ED ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, ഇനി ആദായ നികുതി വകുപ്പ് ആയിക്കോട്ടെ, ചാർജ് ചെയ്യുന്ന പല കേസുകളിലും സുപ്രീം കോടതിക്ക് പോലും സംശയമുണ്ട്. സുപ്രീം കോടതി പോലും പലതവണ നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ഈ അന്വേഷണ സംവിധാനങ്ങൾ എന്ന് സുപ്രീം കോടതി പോലും
പലതവണ ആവർത്തിച്ച് ഈ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട്. പല കേസുകളിലും അങ്ങനെ ഒരുപാട് പ്രതികൾക്ക് സുപ്രീം കോടതി തന്നെ ജാമ്യം നൽകിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഒരു പച്ചയായ സത്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നു. ഏത് കേസുണ്ടെങ്കിലും ജിമ്മി പറഞ്ഞതുപോലെ BJP ചേർന്ന ആ കേസില്ലാതായി പോകും. അപ്പോ കഴിഞ്ഞ 2014 മുതൽ കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യം എടുത്താൽ 24 പ്രമുഖ നേതാക്കളാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അഴിമതി കേസുകൾ നേരിട്ട 24 പ്രധാനപ്പെട്ട നേതാക്കളാണ് BJPയിൽ ചേർന്നത്. അവരുടെ പേരുള്ള എല്ലാ കേസുകളും ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ NDAയിൽ ചേർന്ന് എല്ലാ കേസുകളും ഇല്ലാതായിപ്പോയി. എണ്ണി പറയാം നമുക്ക് ആ പേരുകൾ. അപ്പോൾ അതൊരു നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അപ്പോഴാണ് CJ റോയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു, അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു എന്നൊക്കെയുള്ള ഈ ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഈ ഒരു കഥകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഏതായാലും ഇതിൽ IT ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ആദായ നികുതി വകുപ്പ് ഇതിന്റെ പിന്നിൽ ഉള്ള വസ്തുത അവർ വ്യക്തമാക്കണം. ഇത്രയും സമയമായി, അതുകൊണ്ട് ഇനിയും വൈകാതെ എന്തിനായിരുന്നു റെയ്ഡ്, എന്തായിരുന്നു കേസ്, അക്കാര്യമെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാകണം. ഓക്കെ, ഏജൻസികൾ ആയുധമായി മാറുന്നു എന്നാണ് ചോദ്യം. ഞാൻ ഇന്നലെ ഈ വാർത്ത കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംവിധാനം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വളരെ റിച്ചായിട്ടുള്ള UAE ബേസ്ഡായി വർക്ക് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് എംപറർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്, അദ്ദേഹം അങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻകം ടാക്സ്, ഒരു ED റെയ്ഡിൻ്റെ ഭാഗമായി അദ്ദേഹം ഇങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കൊരിക്കലും വിശ്വാസയോഗ്യമായ കാര്യമേ അല്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ബിസിനസ്സുകാരനും അവൻ്റേതായ ഒരു ശൈലി ഉണ്ടാവും ആ ബിസിനസ്സിൽ. അതുകൊണ്ട് ഞാൻ പറയും 70% ബിസിനസ്സും പരാജയപ്പെടുകയാണെങ്കിൽ 100 പേരിൽ ഒരു 70% പരാജയപ്പെടുക ചെയ്യുക. ബാക്കി 30% ആൾക്കാരാണ് അത് നിലനിർത്തിക്കൊണ്ട് പോവുക. ഒരു 10-15% ആൾക്കാരായിരിക്കും അതിനെ കുറച്ചും കൂടി വലുതാക്കാൻ കൊണ്ട് 1-2% ആൾക്കാർക്ക് ഒരു വലിയ നിലയിലേക്ക് വരാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ശൈലി എങ്ങനെയാണ് എന്നതിനനുസരിച്ചിരിക്കും അവരുടെ ബിസിനസ് വളരുക എന്നുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇദ്ദേഹം വളരെ പാഷനേറ്റായി ഞാൻ നല്ല രീതിയിൽ ആഡംബരമായി ജീവിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത് ജീവിക്കുന്നതാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുന്നേ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈറ്റ് സ്വന്തമായി വാങ്ങിയിട്ടുള്ള ഒരു വ്യവസായിയാണ്. അപ്പം ആ കാലത്ത് ബാംഗ്ലൂർ എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിന് തറവാടക വരെ ഇത്ര വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്ന സമയത്താണ് ഈ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിന് ഫ്ലാറ്റ് ഫ്ലാറ്റ് 1ാം സ്ഥാനം സമ്മാനമായിട്ട് കൊടുത്ത വ്യവസായിയാണ്. അന്ന് ലിമോസിൻ കാറിൽ അദ്ദേഹം വരുന്ന വീഡിയോ നമ്മൾ പരസ്യമായി പാട്ടുപാട് ഫ്ലാറ്റ് നേടും അത് തന്നെ. അപ്പം അത് ചെയ്ത ആളാണ്. അപ്പം അന്നേ ലിമോസിൻ കാറിൽ അദ്ദേഹത്തിൻ്റെ പരസ്യം അദ്ദേഹത്തിന് ആദ്യമായിട്ട് അറ്റ്ലസ് രാമചന്ദ്രന് ശേഷം അദ്ദേഹം പരസ്യം ചെയ്ത ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു അത്. അദ്ദേഹം അത് ഇന്നും പിന്തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോതായ ശൈലിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറയാം, ദുബായ് ഇന്ത്യ ബിസിനസ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത ഒരാൾ പെട്ടെന്ന് ദുബായിലേക്ക് ബിസിനസ് ട്രാൻസ്ഫർ. കാരണം എല്ലാവരും പ്രത്യേകിച്ച് മലയാളീൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അയ്യോ ദുബായിലും GCCയിലും യൂറോപ്പിലും UK യിലൊക്കെ എന്തൊക്കെയോ വലിയ ലാഭം കൊയ്യുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നതാണ് 80% മലയാളി. ദുബായി പോയി വന്ന പൈസക്കാരനായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇവിടെ കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ നേരെ ദുബായിലേക്ക് പോകും. ദുബായിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവരാരും പൈസ കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒരാളുണ്ടാവില്ല. അങ്ങനെ പൈസ കൊടുത്ത് അദ്ദേഹത്തെ വളർത്താൻ പറ്റിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഇന്ത്യയിലുള്ള പൈസ തന്നെ അദ്ദേഹത്തിന് അങ്ങോട്ട് കൊണ്ടുപോകും. RBIൻ്റെ പെർമിഷൻ എടുത്തിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടേക്ക് അയക്കാൻ വേറെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവിടെ പെട്ടെന്ന് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും 2-3 ബിസിനസ് ക്ലിക്കാവുന്നതോട് കൂടിയിട്ട് അവിടെ ടാക്സ് ഇല്ല, അവിടെ GST ഉണ്ടാവില്ല. അവിടെ ഇപ്പോഴാണ് GST വന്നത്, ആ ഒരു 2 വർഷമായിട്ടുള്ള അവിടെ ടാക്സ് വന്നിട്ട്, സെയിൽ ടാക്സ് വന്നിട്ട്, അതുവരെ അവിടെ ഒരു ടാക്സും ഇല്ല. അപ്പോൾ അവിടുത്തെ രീതിയിൽ അവിടെ വാങ്ങുക വിൽക്കുക ചെയ്യുക ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആരാ ഇന്ത്യൻ സിറ്റിസനാണ്. ഇതാരെങ്കിലും ഒന്നൊന്ന് ചോദിക്കുമ്പോഴാണ് ദൈവമേ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ എന്നുള്ള നിലയിലേക്ക് വരുന്നത്. ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇത് IT കാർക്ക് ഇൻകം ടാക്സിലൊക്കെ നല്ല രീതിയിൽ അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, പിന്നെ ഈ ടാക്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ സ്ഥിരതാമസമാക്കും. ദുബായിൽ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കില്ല, ഇന്ത്യയിൽ വേണ്ട, ഇനി നമ്മൾ NRI ആയിട്ട് ദുബായിൽ തീരുമാനിച്ചേക്കാന്ന് പറയും. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു ടെൻഷനാവും, നമ്മൾ ഇവിടെ ഇത്രയും നാളായില്ല, ഇനി ഇവിടെ എന്തിനാ കാര്യം, നമുക്ക് നാട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കും.
അവിടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. NRI മണിയാന്ന് പറഞ്ഞിട്ട് നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റഡാറിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പരസ്യം ചെയ്ത് കുറച്ച് ആൾക്കാരറിഞ്ഞ് 2 റോൾസ് റോയ്സും ഒരു ബെൻസും ഒരു BMW ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക് ആൾക്കാരറിഞ്ഞ്, പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം വെച്ചിട്ട് അവരെല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞ് അങ്ങ് പരത്തി. പിന്നെ ഇവൻ്റെ സോഴ്സ് അന്വേഷിക്കണം, ഇവൻ എവിടെ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് അറിയണം, ഇവൻ കള്ളപ്പണം ഉള്ളതാണെന്ന് അറിയണം. ഇതൊക്കെ ആരാണ്? നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കള്ളപ്പണം ഉണ്ടോ, സോഴ്സ് ഇത്. പിന്നെ എന്താണ്, ഒരു ഇൻകം ടാക്സ് വിളിക്കുന്ന സമയത്ത് ഇൻകം ടാക്സിനോ EDക്കോ അത് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാം. ഇത് തരണം ചെയ്യാൻ ഞാൻ ഉദാഹരണം പറയുന്നത്, ദുബായിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ വിദേശത്തോ ഉള്ള ആൾക്കാർക്ക് അത് ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസി, കാരണം അവിടുത്തെ ഒരു ബേസ് അനുസരിച്ചിട്ട് എന്താണ്, അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാൽ നിങ്ങൾക്ക് ആദ്യം ഷൈക്കാൻ്റെ ഒന്ന് നിങ്ങൾ ഹാപ്പിയാണോ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, വളരെ നമ്മളെ കംഫർട്ട് സ്റ്റേജിലെടുത്തിട്ട് അവർ ചോദിച്ചു തുടങ്ങുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന പോലെ 4 വന്ന് ബഹളം ഉണ്ടാക്കി വണ്ടി കയറി നിങ്ങളുടെ ഫോൺ കൊണ്ടാ, നിങ്ങൾ എവിടെ ഇപ്പോൾ ഏതാ യൂസ് ചെയ്യുന്നത്, നിങ്ങളിത് ഫോൺ മാറ്റി വെക്ക്, നിങ്ങൾ ഇനി ഒരാളെ വിളിക്കാൻ പാടില്ല, അങ്ങോട്ട് മാറി നിൽക്ക്. ഇതൊന്നും താങ്ങാനുള്ള ശേഷി ദുബായിലെയോ ഇന്ത്യക്ക് പുറത്തുള്ള വ്യവസായികളില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട ദുബായിൽ ബിസിനസ് ചെയ്യുന്നവർക്ക്, കാരണം നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര കാരണം അത് അവർ ശീലിച്ചിട്ടില്ല. ഇപ്പോൾ റോയിനെ സംബന്ധിച്ചിടത്തോളം 10-15 വർഷത്തിന് മേലെ അദ്ദേഹം ദുബായിൽ തന്നെയാണ്, മനസ്സിലായി, അവിടെ ബിസിനസ് ചെയ്ത ഒരാളാണ്. ഇവിടെ വന്നിട്ട് നിങ്ങളങ്ങോട്ട് കുറച്ച് ഹരാസ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണെങ്കിൽ, ഒരു ടോർച്ചർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് താങ്ങാനുള്ള ശേഷി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പം വിചാരിക്കുന്നത്, ഞാനിനി ഉണ്ടായ സാധനം മുഴുവൻ, ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ സാധനം മുഴുവൻ ഇതാ ഇൻകം ടാക്സ് കൊണ്ടുപോകുവാണോ, ED കൊണ്ടുപോകുവാണോ, ഇനി ഇത് ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ നമുക്ക് മക്കൾക്ക് വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഞാനങ്ങ് പോയാൽ ഈ പ്രശ്നം അവസാനിക്കും എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ പല കാലങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജോയിൻ്റെ വയനാട്ടിൽ കപ്പൽ ജോയിൻ്റെയൊക്കെ അവസ്ഥ കാരണം നമ്മളങ്ങ് പോയതോട് കൂടിയിട്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണോ വിചാരിച്ചെന്നറിയില്ല. നമുക്കിതിനെക്കുറിച്ച് ക്ലാരിറ്റി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എന്താണ് സംഭവം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് 30% ഇൻകം ടാക്സ് ആണ്. മനസ്സിലായോ? 30% ആണ്, ചെറിയ പൈസയല്ല. ഒരു 500 കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം ചെയ്ത് അവരൊരു ഫൈനിട്ട 3 ടൈംസ് 4 ടൈംസ് ഫൈനാണ്. കാരണം അവർ പറയുന്നത് എന്തായിരിക്കും, ഒരു ഉദ്യോഗസ്ഥൻ വന്ന് വളരെ കൂളായിട്ടാണ് പറയുന്നത്, നിങ്ങൾ 100 കോടി രൂപ വെട്ടിച്ചു, നിങ്ങൾക്ക് ടാക്സ് അടക്കം എത്ര അടയ്ക്കും, നിങ്ങൾ 5 ടൈംസ് അടയ്ക്കണം, അല്ലെങ്കിൽ 3 ടൈംസ് അടച്ചാൽ 300 കോടി രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അത്രയും വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രശ്നം, ഇതിൽ ഞാൻ കണ്ട ഇദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ശൈലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് 0 ഡെപ്റ്റ് കമ്പനിയാണ്, കടമില്ലാത്ത കമ്പനിയാണ്. ഈ കടമില്ലാത്ത കമ്പനി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, ഇദ്ദേഹത്തിന് പിന്നെ എവിടെ നിന്നാണ് പണം വരുന്നത്? ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? റിയൽ എസ്റ്റേറ്റ് ആണ്, ഫ്ലാറ്റുകളാണ് പണിയുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ പണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഞാൻ പറയുന്നത് അഡ്വാൻസ് ആണ് വാങ്ങുന്നത്. നമ്മളൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നു, ആ പ്രൊജക്റ്റിന് അഡ്വാൻസ് മേടിക്കുന്നു, അഡ്വാൻസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്താ, ഇത് കടമില്ലെങ്കിലും ഇത് ആരുടെ പണമാണ്? ഇത് വേറെ ഒരാളുടെ പണമാണ്. ഈ പണത്തിൻ്റെ അവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ പറയുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കുന്നു. അത് ഈ കഴിഞ്ഞ ഏകദേശം 25,000 ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 25,000 ഫ്ലാറ്റുകൾ പണത്തിന് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ അടുത്തും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ലല്ലോ. 6 മാസം 8 മാസം 1 വർഷം 1.5 വർഷം കൊണ്ട് ഫ്ലാറ്റ് കറക്റ്റ് സമയത്ത് പണത്തിന് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം ഇനഫ് ഫണ്ട് അക്കൗണ്ടിലുണ്ട് എന്നാണ് പറയുന്നത്. സഹോദരൻ അങ്ങനെ പറയുന്നത്, അദ്ദേഹത്തിന് വേറെ ത്രെട്ടണിങ് ഇല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനഫ് ഫണ്ട് ഉണ്ട്. ഇനഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ആയിക്കോണം തന്നെയില്ല ഈ പറയുന്ന. പക്ഷേ ഇതെങ്ങാനും ബ്ലോക്ക് ചെയ്യാം എന്ന് ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുക, നിങ്ങളിങ്ങനെ ഒരു വയലേഷൻ നടത്തിയിട്ടുണ്ട്, നിങ്ങളിങ്ങനെ വയലേഷൻ നടത്തിയാൽ നിങ്ങളുടെ പണം ഞങ്ങളിതാ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇതിന്ന് സാധാരണക്കാരായ ഇന്ത്യൻസിൻ്റെ ഫണ്ടോ ദുബായിലുള്ളവരോ ഫണ്ടായിരിക്കും. കാരണം എങ്ങനെയാണ്, അഡ്വാൻസ് ബുക്കിംഗ് കിടക്കുന്ന ഫണ്ടായിരിക്കും. കാരണം ഇത് നാളെ രാവിലെ ഇത് പണിത് കൊടുക്കണം, ഈ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ തന്നെ ഏറ്റെടുത്ത് ഇത് ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ എന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതൊക്കെ ആലോചിക്കും. കാരണം ഞാൻ പറയുന്നത് എല്ലാ വ്യവസായികൾക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവരവരുടെ പ്രശ്നം അവരവർക്കേ മാത്രമേ അറിയുള്ളൂ. അത് വേറെ ആർക്കും അറിയണമെന്നില്ല. ഏത് വ്യവസായി ആയാലും, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായി അനിൽ അംബാനി, മുകേഷ് അംബാനി, അനിൽ അംബാനി സഹോദരന്മാരാണ്. അനിൽ അംബാനി എവിടെയാണ് നിൽക്കുന്നത്, മുകേഷ് അംബാനി എവിടെയാണ് നിൽക്കുന്നത്? ഒരമ്മയിലുണ്ടാകുന്ന 2 സഹോദരന്മാരാണ്. ഒരാൾ EDക്കും 15,000 രൂപ കെട്ടിവെക്കാനില്ലാതെ, അല്ലെങ്കിൽ 5,000 കോടി കെട്ടിവെക്കാനില്ലാതെ ED കേസ് നടത്തുകയാണ്. മറ്റേ സഹോദരൻ്റെ മകന് കല്യാണത്തിന് 7,000 കോടി രൂപ മുടക്കുകയാണ്. ഒരേ അമ്മയ്ക്കുണ്ടായി 2 സഹോദരന്മാരാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് മനസ്സിലാക്കണം, അതാത് വ്യവസായികൾക്കേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന വലിയ കോടിയിലാണ്. നമ്മൾ ബൈജൂസിനെ കൊണ്ട് 2 കൊല്ലം മുന്നേ ബൈജൂസിനെ കുറിച്ച് നമ്മൾ എന്താ കേട്ടിരുന്നത്? 40,000 കോടി രൂപയിൽ ഫോക്സ് മാഗസിനിൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ വന്ന ഏറ്റവും വലിയ ഒരു എൻ്റർപ്രണറായിരുന്നു അല്ലേ, സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയ ഒരു എൻ്റർപ്രണറായിരുന്നു. ഇന്ന് ബൈജൂസ് എവിടെ?
നമ്മൾ 2 വർഷം കൊണ്ട് കാണുന്ന കാര്യമാണ്. നമ്മൾ എത്രയോ ആറ്റ്ലസ് രാമേന്ദ്രനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലിസ്റ്റഡ് കമ്പനികൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ലിസ്റ്റഡ് കമ്പനികൾ നമ്മൾ കേട്ടിട്ടില്ല. ലിസ്റ്റഡ് കമ്പനികൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ഈ പണം മുഴുവൻ ആർക്ക് കിട്ടുന്നതാണ്? ഈ പണം മുഴുവൻ ഈ പറയുന്ന ലിസ്റ്റഡ് കമ്പനിക്ക് കിട്ടുന്ന. ആ ലിസ്റ്റഡ് കമ്പനിയിൽ ഒരു ഷെയറും ഇല്ലാന്നേ. കാരണം ഷെയർ ഈ കമ്പനീൻ്റെ പേരിൽ ഹോൾഡ് ചെയ്ത MD-ൻ്റെ അടുത്ത് ചിലപ്പോൾ 2-3% ഉണ്ടാവുള്ളൂ. ബാക്കിയിരിക്കുന്നത് സാധാരണക്കാരായിരിക്കും. ഈ ഷെയർ വില കൂടിയാലും കുറഞ്ഞാലും അതാർക്ക് ഗുണമല്ല, അത് ഈ പറയുന്ന കമ്പനീൻ്റെ ഓണർക്ക് ഗുണമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഷെയർ ഇല്ല. അപ്പം ഇതുപോലെ അതാത് ആൾക്കാരുടെ അവസ്ഥയെ അതാത് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. CJ റോയിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യയ്ക്കും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ സീറോ ഡെപ്റ്റ് കമ്പനി കൊണ്ടുപോകുമ്പോൾ അത് ഒരിക്കലും വിചാരിക്കരുത് എന്ത് സീറോ ഡെപ്റ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പണം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ സ്വന്തമാണെന്ന് വിചാരിക്കരുത്. അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പണം വാങ്ങുന്നുണ്ടോ? അനൗൺസ് ചെയ്യുമ്പോൾ പണം എന്ന് പറഞ്ഞാൽ അത് ബുക്കിംഗ് എമൗണ്ടാണ്. അതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുകയാണ്. ഞാനതുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞത് എന്താണ്, ഓരോരുത്തരുടെ ബിസിനസ് ശൈലി, അതിൻ്റെ യൂണിക്നെസ് എല്ലാം അവൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ശൈലി ആയിരിക്കില്ല അരുൺ സാറിൻ്റെ ശൈലി ആയിരിക്കില്ല ജിമ്മിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായ ഒരു യൂണിക്നെസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ യൂണിക്നെസ് ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് വരിക. ഒരു ED ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ, ഒരു ED-ൻ്റെ ഉദ്യോഗസ്ഥൻ, ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥൻ, GST-ൻ്റെ ഉദ്യോഗസ്ഥനൊക്കെ വരുന്നത് അവരുടേതായ ഒരു മൈൻഡ് സെറ്റോട് കൂടി വരും. അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്, അവരുടെ റൂള്, അവരുടെ അവരുടെ ശൈലി, എന്താണ് അവരുടെ ആക്ട് ഒക്കെ വെച്ചിട്ട് ഈ ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഈ റൂള് പ്രകാരം നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതിനനുസരിച്ചുള്ള രേഖ കൊണ്ടുതരാൻ പറഞ്ഞാൽ നമ്മളെ ശൈലിക്ക് അനുസരിച്ച് പോയിക്കോണമെന്നില്ല. ചിലപ്പം അതൊരു പടി കടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണ കമ്പനികൾ മുഴുവൻ ഇപ്പം എന്താണ് കേൾക്കുന്നത്, സ്വർണ്ണത്തിന് വളരെ വില കൂടി. ഇപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യോ സ്വർണ്ണക്കടക്കാരെല്ലാം വലിയ കോടീശ്വരന്മാരായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, പല സ്വർണ്ണക്കടകളും അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലാണ്. ഒന്നാമത് സ്വർണ്ണം വാങ്ങാൻ ആളില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കമ്പനികൾ മുഴുവൻ അഡ്വാൻസ് ബുക്കിംഗ് വാങ്ങിയേക്കാണ്. 2 വർഷം 3 വർഷം 60,000 രൂപ 70,000 രൂപ വിലയുള്ള സമയത്ത് ചെറിയ പൈസ ബുക്കിംഗ് മേടിച്ച് വെച്ചിട്ട് പറഞ്ഞേക്കാണ്, നിങ്ങൾ എന്നാണോ സ്വർണ്ണം വാങ്ങുന്നത് അന്നത്തെ പൈസയ്ക്ക് നിങ്ങൾക്ക് സ്വർണ്ണം തരാം എന്നാണ് പറഞ്ഞിട്ടാണ് ഈ ബുക്കിംഗ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇവരാരും സ്വർണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ടോ? ഇവർ സ്വർണ്ണം മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ വില എത്രയാണ്? 1,15,000. 60,000 രൂപയ്ക്ക് മേടിച്ച് ബുക്കിംഗ് 1,10,000 കൊടുക്കേണ്ട അവസ്ഥയാണ് പല സ്വർണ്ണക്കടകൾക്കും. അപ്പം അതുകൊണ്ട് എന്താ, പ്രധാനപ്പെട്ട സ്വർണ്ണ കമ്പനികളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലിസ്റ്റഡ് സ്വർണ്ണ കമ്പനികളുടെ ഷെയറിൻ്റെ വാല്യൂ കുത്തനെ താഴെ വന്നു. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സ്വർണ്ണ കച്ചവടമൊക്കെ ലിസ്റ്റഡ് കമ്പനികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. പക്ഷേ ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അയ്യോ 60,000 ഉള്ള സ്വർണ്ണത്തിൻ്റെ വില 1,15,000 ആയി വിചാരിക്കും. ജനങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ മുതലാളിക്ക് അറിയുള്ളൂ എൻ്റെ കമ്പനീൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിലല്ല ഇന്ത്യയിലെ പൊതുവായ ബിസിനസ് എംപറർമാരുടെ എല്ലാ അവസ്ഥ. ഇപ്പോൾ പറയുന്നുണ്ട് 12 റോയ്സ് ഉണ്ട്, ഒരു ബുഗാട്ടി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര ഉണ്ടാവും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. ഒരു പുതിയ റോൾസ് റോയ്സിൻ്റെ വില 10 കോടി താഴെ ഇന്ത്യൻ മണി എന്ന് വെച്ചാൽ ദുബായിലാണെങ്കിൽ എത്ര വേണ്ടി വരും? ദുബായിലാണെങ്കിൽ വേണ്ടി ഒരു 4 കോടി 4.5 കോടി, മാക്സിമം 5 കോടി രൂപ കൂട്ടിക്കോ. 5 കോടി രൂപ 5-6 വർഷം പഴക്കമുള്ള ഒരു റോൾസ് റോയ്സിൻ്റെ വില എന്ന് പറയുന്നത് 2 കോടിയോ 2.5 കോടിയാണ്. 10 റോൾസ് റോയ്സിന് പുതിയതാണെങ്കിൽ എത്ര പൈസ വേണം? 50 കോടി. ഒരു ബുഗാട്ടിക്ക് എത്ര വേണം? ഒരു 12 കോടി. ഒരു 62 കോടി രൂപേൻ്റെ വണ്ടി അവിടെയുള്ളൂ. നമ്മൾ 15,000 കോടി. പക്ഷേ അതുണ്ടാക്കുന്ന വലിപ്പം ഉണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് ഒരു സ്വന്തം ഫ്ലൈറ്റ് വാങ്ങാൻ ഒരു 25 കോടി 24 കോടി വേണ്ടി സ്വന്തം ഫ്ലൈറ്റ് വാങ്ങാം. ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങാം. നമ്മളെ സാധാരണ റോഡിൽ കൂടെ ഓടുന്ന വലിയ കാറുകളുണ്ടല്ലോ, ബെൻസിൻ്റെയും BMW ടൊയോട്ടോൻ്റെയൊക്കെ വലിയ കാറുകൾ. ആ കാറിൻ്റെ 2 സീറ്റർ 4 സീറ്റർ വിമാനം കിട്ടും ഇന്നത്തെ കാലത്ത്. പക്ഷേ ആൾക്കാർക്കറിയില്ല. ആൾക്കാർ പറയുമ്പോൾ എന്താ പറയുക, അയ്യോ അദ്ദേഹം ഒരു ഫ്ലൈറ്റിൻ്റെ ഓണറാണ്, പ്രൈവറ്റ് ജെറ്റ് സ്വന്തമായിട്ട് റോൾസ് റോയ്സ് ഉണ്ട്, സംവിധാനമുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി എത്രയുണ്ടാവും? പക്ഷേ അത് ഞാൻ പറയുന്നത് തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയാണത്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നത് അങ്ങനെയാണ് എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് വേറൊരാൾ ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് ഇതുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ന് പറയുന്നൊരു കാര്യം അറിയോ, എല്ലാ ബിസിനസ്സുകാരും എല്ലാ സംരംഭങ്ങളും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇതൊരു ദിവസം നമ്മൾ വിട്ടുകൊടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയാൽ മതി.
ഒരു ദിവസം നമ്മളിത് എവിടെയെങ്കിലും കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ സീറോയിൽ നമ്മൾ തുടങ്ങാൻ എന്നും തയ്യാറായിക്കോളുക. ഏത് പ്രശ്നം ഉണ്ടായിക്കോളൂ, ഏത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങണം എന്ന് തീരുമാനിക്കും. ഇന്ന് മുഴുവൻ നമ്മളെ നഷ്ടപ്പെട്ടു, ഇന്ന് മുഴുവൻ നമ്മളെ ഇത് പോയി, നമ്മൾ നാളെ രാവിലെ സീറോയിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ അയ്യോ ഇത് എൻ്റെ മക്കൾക്കും എൻ്റെ മരുമക്കൾക്കും എൻ്റെ ഒരു 3 തലമുറ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വത്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് എന്ന് തീരുമാനിച്ചോ പിന്നെ അന്നതോടുകൂടി നമ്മൾ സമാധാനം പോയി. പിന്നെ കിടന്നുറക്കാൻ പറ്റില്ല. കാരണം എന്താ, നാളെ നമുക്ക് എന്താവും മറ്റന്നാൾ എന്താവും എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഇത് വിട്ടുകൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇതൊരു പാടാണ് കേട്ടോ. കേരളത്തിലെയും ഇന്ത്യയിലുള്ള ബിസിനസ്സുകാരെ മുഴുവൻ പാടാണ്. ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞ്, കാരണം ഇൻകം ടാക്സ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നില്ല, ഇൻകം ടാക്സ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഇൻകം ടാക്സ് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഒരു ഉദ്യോഗസ്ഥൻ ഭയങ്കര റാഷായി പ്രവർത്തിച്ചു, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം അതിനെ കാണാനേ പാടില്ല. കാരണം അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. കാരണം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരോട് പറയുകയാണ് ഇനി റെയ്ഡ് നടത്തണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫിനാൻസിൻ്റെ അവസ്ഥ എന്താ, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പം ഇതെല്ലാവർക്കും ഒരു പാടാണ്. ഇതുപോലെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയാൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യാമെന്ന് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കും. നല്ലതായിരിക്കും. ഇ ഡി ആയാലും ഇൻകം ടാക്സ് ആയിരിക്കും. കാരണം ഇനി അതായിരിക്കും അങ്ങോട്ട് നടക്കാൻ പോകുന്ന രാജ്യം. മുന്നറിയിപ്പ് കൂടിയാണ്. മുന്നറിയിപ്പാണ്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിനകത്തൊരു സംശയവുമില്ലല്ലോ. നമ്മുടെ മുന്നിലെ കണക്കുകൾ അങ്ങനെയല്ലേ പറയുന്നത്. 2014 ശേഷമുള്ള കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. വളരെ ലളിതമായ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കേസ് ഇട്ടതും അസറ്റ് കണ്ടുകിട്ടിയതും. കാര്യം എന്തുകൊണ്ടായിരിക്കും CG റോയ് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം കണക്ക് പറയാം. 2014 ശേഷം ED മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 5155 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള 10 വർഷവുമായിട്ട് നമ്മളതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് എത്ര ശതമാനത്തിൻ്റെ വർധനമുണ്ടാവുന്നു എന്ന് മനസ്സിലാവുന്നത്. നോക്കൂ, കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ 10 വർഷത്തേക്കാൾ ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം നോക്കുമ്പോൾ 4500% വർധനമാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ വളരെ സ്പെസിഫിക്കായി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള കേസ് പരിശോധിച്ചാൽ 125 കേസുകളിൽ 114 കേസുകളും പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെയാണ് ED എടുത്തിരിക്കുന്നത് കാണാം. ഏകദേശം സമാനമായ ട്രാക്ക് റെക്കോർഡാണ് IT-ക്കുള്ളത്. നോക്കൂ, ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ഒരു ഏജൻസിയുടെയും വീട്ടിൽ IT-യുടെ റെയ്ഡ് നടന്നതായിട്ട് നമുക്കറിയില്ല. മാത്രവുമല്ല, ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു പ്രധാനപ്പെട്ട ഏജൻസി രാജ്യവ്യാപകമായി ദേശീയപാത നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ ഏജൻസിയാണെന്ന് മാത്രമല്ല, ആ ഏജൻസിയെ പലതവണ ബ്ലാക്ക് ഔട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഹൈവേയിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വടക്കേ ഇന്ത്യയിലെ ഒരു റീച്ച് ഈ ഏജൻസിയാണ് നിർമ്മിക്കുന്നത്. എന്നിട്ടും ആ ഏജൻസിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഒരു IT പോയിട്ടില്ല, ഒരു ED പോയിട്ടില്ല. എന്തിനേറെ വീഴ്ച വരുത്തിയതിന് ആ ഏജൻസി ഇതേവരെ കരിമ്പട്ടികയിൽ പോലും പെടുത്തിയിട്ടില്ല നാഷണൽ ഹൈവേ അതോറിറ്റി എന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ. ഇനി എങ്ങനെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? നോക്കൂ, ED മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എത്ര ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എന്നുള്ളതിൻ്റെ കണക്കുകളുണ്ട്. കഴിഞ്ഞ 10 വർഷം 2014 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ 7264 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള 10 വർഷം 84 റെയ്ഡുകളാണ് ED മാത്രം നടത്തിയത്. എന്ന് പറഞ്ഞാൽ 86 ടൈംസ്, 86 മടങ്ങാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ED നടത്തിയ പ്രധാനപ്പെട്ട സെർച്ചുകൾ. എന്നിട്ട് അറ്റാച്ച്മെൻറ്റുകൾ എത്ര നടത്തിയെന്നറിയാമോ? അതായത് ഈ സെർച്ച് നടത്തുക മാത്രമല്ല, അവിടെ നിന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ അസറ്റുകൾ കണ്ടുകിട്ടും ED. 26 മടങ്ങാണ് 2005 മുതൽ 2014 അപേക്ഷിച്ച് 2014 മുതൽ 2025 വരെയുള്ള 10 വർഷക്കാലം അസറ്റുകൾ കണ്ടുകിട്ടിയത്. 785 പേരുടെ ഏകദേശം 1,21,618 കോടി രൂപയുടെ അസറ്റുകളാണ് കണ്ടുകിട്ടിയത്. എന്നിട്ട് ഈ അസറ്റുകൾ എന്തെങ്കിലും സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടോ? ഈ അസറ്റുകൾ കണ്ടുകിട്ടിയ 785 പേരിൽ എത്ര പേരെ ശിക്ഷിച്ചു എന്നറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? 0.03%. 0.03% മാത്രം കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ് ED എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കണ്ടുകെട്ടിയവരുടെ സ്വത്തുക്കൾ എന്ത് ചെയ്യും? ഇവിടെയാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. 1,21,000-ലധികം ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമ്പോൾ ആ സ്വത്തുക്കൾ ഉപയോഗിച്ച് ബിസിനസ് നടത്തിയിരുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റോയ് എന്തിനാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിൻ്റെ ഒരു സൂചന കിടക്കുന്നത് ഇവിടെയാണ്. റോയിയുടെ ബിസിനസ് രീതി നേരത്തെ ആന്റോ കേസ്റ്റൻ സൂചിപ്പിച്ചതുപോലെ ഒരു സീറോ ഡെപ്റ്റ് ബിസിനസ് പ്ലാനാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വായ്പാ രഹിത സംരംഭകനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇത്രത്തോളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന
ഒരാൾ ഇന്ത്യയിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഏത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് പരിശോധിച്ചാൽ പോലും സീറോ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി എന്ന രീതിയിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ അറിയുന്നത് തന്നെ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എനിക്ക് രണ്ട് പദ്ധതിയുള്ളൂ. ഒന്ന്, ഞാൻ വായ്പ എടുത്ത് ബിസിനസ് ചെയ്യാറില്ല. 2, ഞാൻ കൃത്യസമയത്ത് അത് കൈമാറും. ഗീവ് ഇൻ ടൈം, GIT എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടുമാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ രണ്ടിനും റിസ്ക് ഉണ്ട്. ഈ രണ്ടിൻ്റെയും റിസ്ക് എന്താ? ഒന്ന്, സീറോ ഡെപ്റ്റാണ്. സീറോ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് പണം ലോണായിട്ട് എടുക്കാതെ തൻ്റെ പദ്ധതിയിൽ ഗുണഭോക്താക്കാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നേരത്തെ ആൻറ്റോഗേഷൻ പറഞ്ഞതുപോലെ അഡ്വാൻസ് ആയിട്ട് പണം സ്വീകരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു ഫ്ലാറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ എത്രയാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ മുടക്കുക. ഇപ്പോൾ കേരളത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആദ്യം തുടങ്ങുന്ന സമയത്ത് എത്രയായിരുന്നു അറിയുമോ ഫ്ലാറ്റിൻ്റെ റേറ്റ്? 40 ലക്ഷം രൂപയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? അന്ന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത റിയാലിറ്റി ഷോയിൽ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് നേടൂ എന്നായിരുന്നു ടാഗ്. അന്ന് ആ റിയാലിറ്റി ഷോയിൽ വിജയിക്ക് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുമ്പോൾ നോക്കൂ, ഓരോ ഷോയിലും ഓരോ എപ്പിസോഡിലും 10-15 തവണ അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയില്ല. പകരം ആ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന്, ആരാണോ ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നത് അവരുടെ കൈകളിൽ നിന്ന് ആദ്യം 5 ലക്ഷം വീതം വാങ്ങുന്നു. ഇപ്പോൾ 100 ഫ്ലാറ്റുകൾ അദ്ദേഹം നിർമ്മിക്കാൻ പോയാൽ ഓരോ ഫ്ലാറ്റ് ഉടമയുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഈ 5 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടേൺ എന്ന് പറയുന്നത്. ഇതുപയോഗിച്ചുകൊണ്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ഇത് കമ്പനിയുടെ ഓരോ പ്രധാനപ്പെട്ട ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പ്ലംബിങ്ങിന് കൊടുക്കുന്നു, അതിൻ്റെ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നു. അവിടെയും അദ്ദേഹം എന്താ ലോൺ ഇടുന്നില്ല. സാധാരണ 90 ഡേയ്സ് ലോൺ ഇട്ടാണല്ലോ അദ്ദേഹം നമ്മൾ കണ്ടിരിക്കുന്നത്. കോൺട്രാക്ടർമാരെല്ലാം 90 ഡേയ്സ് ഒരു അവധി പറഞ്ഞുകൊണ്ടാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓൺ ടൈം നമുക്കത് കൊടുക്കാൻ പറ്റാതെ വരും. കാര്യം ഈ പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് വരില്ല. ഇതങ്ങനല്ല, പൈസ അടച്ച് ബില്ല് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പ്ലംബിംഗ് സാധനമാണെങ്കിലും ഈ നിർമ്മാണ സാധനങ്ങളാണെങ്കിലും വാങ്ങുന്നത്. ഓൺ ടൈമിലേക്ക് സാധനം അവിടെ വർക്ക് സൈറ്റിലേക്ക് എത്തുകയാണ്. ഈ ഫ്ലോ നിരന്തരം തുടർന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് അന്ന് ഫ്ലാറ്റ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനെയും കഥ. ഇന്ന് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ബിസിനസ് ഏതാണെന്നറിയാമോ? ദുബായിൽ അദ്ദേഹം ലങ്കാസ്റ്റർ ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് സംരംഭം, ഒരു വലിയ മോഡൽ അവതരിപ്പിച്ച് സക്സസ്ഫുള്ളായി 11 മാസം കൊണ്ട് അത് ഉപഭോക്താക്കൾക്ക് കൊടുത്തു. പ്രീമിയം വില്ലാസ് ആയിരുന്നു ആ പദ്ധതി. 2ാമത്തെ പദ്ധതി അദ്ദേഹം തുടങ്ങി. ഈ പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ളൊരു പാർട്ടി അദ്ദേഹം നടത്തി. സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും ബിസിനസ് സംരംഭകരും ഒക്കെ ദുബായിൽ നടത്തിയ ആ പാർട്ടിയിൽ പങ്കെടുത്തു. നോക്കൂ, അത് അഡ്വാൻസ്ഡ് പ്രീമിയം വില്ലകളായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ അത്ര തന്നെ ഒരൊറ്റ പ്രോജക്റ്റിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു ദുബായിൽ. അപ്പോൾ ഈ പണം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫ്രീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏകദേശം 189 പ്രോജക്റ്റുകൾ ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പണം കണ്ടുകെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ. നോക്കൂ, സ്വാഭാവികമായും ദുബായിൽ വേരുകളുള്ള, ദുബായിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ തുടങ്ങിയിരിക്കുന്ന പ്രിസ്റ്റൈൻ എന്നോ മറ്റോ ആണ് ആ പുതിയ പ്രോജക്റ്റിൻ്റെ പേര്. ആ പ്രോജക്റ്റിൽ കോടികളാണ് അദ്ദേഹം മുടക്കാൻ പോകുന്നത്. ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് വായ്പ എടുത്തല്ല, നിക്ഷേപകരുടെ കയ്യിൽ നിന്നാണ്. ഇത് കണ്ടുകെട്ടിയാൽ പിന്നെ അദ്ദേഹത്തിന് നിന്ന് വിളിക്കാൻ പറ്റുമോ? ഗിവ് ഇൻ ടൈം, കൃത്യസമയത്ത് ഈ പ്രോജക്റ്റ് കൈമാറിയില്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതുവരെ കൊണ്ടുവന്ന ആ ലെഗസി എന്നേക്കുമായി ബാങ്കിന്റെ പോകുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് സ്വന്തം ആർക്കാണോ കൈമാറേണ്ടത് ആ കൈമാറേണ്ട ആളുകളുടെ പണമാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്നത്. ഇന്നേ വരെ ഒരു ഇൻവെസ്റ്ററും ഒരു ഗുണഭോക്താവും ഒരു ക്ലയൻറ്റും കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പരാതി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. നമുക്കൊരു വാർത്ത ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾക്ക് വാർത്ത ചെയ്യേണ്ടി വരാത്തതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരിഞ്ഞെത്തിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഒരുപാട് മാർഗം അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ അദ്ദേഹത്തിന് ഒരു 100-500 കോടി മുടക്കിയിരുന്നെങ്കിൽ ഈ IT അവിടെ എത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? മേഘ ഏജൻസീസിൻ്റെ വീട്ടിലേക്ക് എന്താ IT പോകാത്തത്? എന്താ മേഘ കൺസ്ട്രക്ഷൻസിനെ കരിമ്പട്ടികയിൽപ്പെടുത്താത്തത്? വീഴ്ച വരുത്തുന്ന ഘട്ടത്തിലും ഇലക്ട്രൽ ബോണ്ടിലെ വലിയ കോൺട്രിബ്യൂട്ടറായിട്ട് മാറി. പക്ഷേ അദ്ദേഹം വളരെ ക്ലീനായി നീറ്റായി ബിസിനസ് നടത്തിയ മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്ന കാര്യത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ ചട്ടവിരുദ്ധമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുള്ള ചില ആളുകളുടെ പേരുകൾ കൂടി പറയാം. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ്. കറപ്ഷനാണ് ഉന്നയിച്ചിരുന്നത്. ആരുടെ പേരിലാണെന്നറിയാമോ? ഈ ഛഗൻ ഭുജ്ബലിൻ്റെ പേരിൽ കറപ്ഷൻ ഉന്നയിച്ച ആളാണ് അജിത് പവാറാണ് അന്ന് ഉന്നയിക്കുന്നത്. പക്ഷേ ഒടുവിൽ ഛഗൻ ഭുജ്ബൽ എങ്ങോട്ട് പോയി? നേരെ പോയി BJPയിലേക്ക്. അന്ന് PWD മിനിസ്റ്റർ ഛഗൻ ഭുജ്ബൽ. ആ ഛഗൻ ഭുജ്ബലിനെതിരെ ആരോപണം ഉന്നയിച്ച അജിത് പവാറും BJPയിലേക്ക് പോയി.
ഛഗൻ ഭുജ്ബലും BJP-യിലേക്ക് പോയി. രണ്ടുപേരുടെ പേരിലും ഇപ്പോൾ കേസുകളില്ല എന്നുള്ളതാണ്. ഹിമന്ത ബിശ്വ ശർമ്മ ശാരദ ചിട്ട് ഫണ്ടുമായി ബന്ധപ്പെട്ട കോടികളുടെ ആക്ഷേപം നേരിട്ടു. BJP തന്നെ അന്ന് ഈ ഹിമന്ത ബിശ്വ ശർമ്മയെ മുൾമുനയിൽ നിർത്തി. ഹിമന്ത ബിശ്വ ശർമ്മ ഒരു സുപ്രഭാതത്തിൽ നേരെ BJP ക്യാമ്പിലേക്ക് പോയി. ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പേരിലുള്ള കേസ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു. കേസുകൾ ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞാൽ റാണീന്ദർ സിംഗ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് 2021 പോകുമ്പോൾ 500 കോടിയിലധികം രൂപയുടെ ഒരു ED കേസിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന കേസിലാണ്. നോക്കൂ, നേരെ BJP-യിലേക്ക് പോകുന്നു, വാഷിംഗ് മെഷീൻ ഓണാവുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ റാണീന്ദർ സിംഗിനില്ല, യാമിനി മാധവിനില്ല. ഭാവനി ഗാവ്ലി ശിവസേനയിൽ നിന്ന് ND-യിലേക്ക് പോകുന്നു 2022. പ്രഫുൽ പട്ടേൽ NCP-യിലേക്ക് പോകുന്നു 2023. കേസുകളെല്ലാം അവിടെ വെച്ച് അവസാനിക്കുന്നു. മുകുൾ റോയ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് നേരെ BJP-യിലേക്ക് പോകുന്നു, കേസുകൾ അവസാനിക്കുന്നു. അശോക് ചവാൻ, നോക്കൂ, വലിയൊരു കേസായിരുന്നല്ലേ ആദർശ് ഫ്ലാറ്റ് കുംഭകോണം എന്നുള്ളത്. ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിലുള്ള അശോക് ചവാനെ ഒടുവിൽ രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ കേസ് ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നമ്മൾ സൈനികരുടെ അവരുടെ ഫ്ലാറ്റുകളാണ്. അതായത് വിധവകളായിട്ട് വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിലുള്ള ഫ്ലാറ്റ് തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരെ കേസ് വന്നിട്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി NDA ക്യാമ്പിലേക്ക് ഓടിക്കയറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഒടുവിൽ സാബു ജേക്കബിൻ്റെ കഥ നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ. ED-യുടെ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരുന്നു, ED-യുടെ നോട്ടീസ് വരുന്നു, ഒന്നിലധികം തവണ നോട്ടീസ് വരുന്ന ഘട്ടത്തിൽ നേരെ ND-യിലേക്ക് പോകുന്നു. സ്റ്റോപ്പാവാണ് അവിടെ ED എൻക്വയറി എന്നുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസുകൾ പറഞ്ഞത്. ആ ഏജൻസികളെ ഉപയോഗിച്ചാണ് വേട്ടയാടുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ റോയിക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് സംരംഭമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഫിഡൻസ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി റോയിക്ക് ഉണ്ടാവാതെ ആ കോൺഫിഡൻസ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി കൂടി പാവം റോയി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ റോയിക്ക് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് IT-യുടെ ആദ്യത്തെ നോട്ടീസ് കിട്ടുമ്പോൾ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ നേരെ നമ്മളുടെ കർണാടകയിലെ BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ IT ഉദ്യോഗസ്ഥരും എത്തില്ല, ഒരു ED ഉദ്യോഗസ്ഥരും എത്തില്ല. അങ്ങനെ നിർഭാഗ്യവശാൽ NDA ക്യാമ്പിലേക്ക് ചേക്കേറാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ പോയി നമ്മളുടെ റോയിക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ചട്ടലംഘനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടാകും. ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഇത് സ്വാഭാവികമാണ്. നോട്ടീസ് കൊടുത്ത് അത് ഒന്നുകിൽ ഇത് കോമ്പൗണ്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഫൈൻ അടച്ചൊക്കെയാണ് ഈ ബിസിനസ്സുകാർ മുന്നോട്ട് പോകുന്നത്. GST ആണെങ്കിലും ശരി, ED ആണെങ്കിലും ശരി. നോക്കൂ, ഇവിടെ EDയും ഇൻകം ടാക്സും എത്തുന്നത് 3 പ്രധാനപ്പെട്ട ഡ്രാക്കോണിയൻ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഒന്ന് PMLA. പ്രശ്നം എന്താ? ECIR ഇട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഒഫൻസിൻ്റെ പേരിൽ ഒരു ECIR ഇട്ട് കഴിഞ്ഞാൽ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിങ്ങൾ തെളിവ് കൊടുക്കേണ്ടി വരും. അതാണ് ECIR-ൻ്റെ പ്രത്യേകത. മറ്റേതങ്ങനല്ല. നിങ്ങൾക്ക് ജാമ്യം എന്നുള്ളത് അവിടെ ഒരു കോമൺ ആണെങ്കിൽ ഇവിടെ ECIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. പ്രോസസ്സ് പനിഷ്മെൻ്റ് ആവുന്നു. അതാണ് ECIR-ൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. PMLA പ്രകാരം തീർന്നിട്ടില്ല. മറ്റൊരെണ്ണമുണ്ട്, അത് ഇദ്ദേഹത്തിന് ബാധകമല്ല. പക്ഷേ വിദേശത്ത് നിന്ന് നമ്മുടെ ഫണ്ട് തട്ടിച്ച് വിദേശത്തേക്ക് പോയ നിരവധി ആളുകളുണ്ടല്ലോ. നീരവ് മോദിയെ പോലെയുള്ള ആളുകൾ, നമ്മളുടെ വിജയ് മല്യയെ പോലെയുള്ള ആളുകൾ, അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് FGOA, ഈ FEOA, അതായത് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്, PMLA ആക്ട്, FEMA ആക്ട്. ഈ 3 ആക്ടുകളുടെ ബലത്തിലാണ്. പെട്ടുപോയാൽ രക്ഷപ്പെട്ട് പുറത്തു വരിക അസാധ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ND-യിലേക്ക് ചേരാൻ അടുത്ത കാലത്ത് കൊണ്ടുവന്ന IT അമെന്റ്മെന്റും ഉണ്ട്. IT അമെന്റ്മെന്റും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ഉപയോഗിച്ച് നിങ്ങളെ പിടിക്കാൻ പറ്റും. ഏതെങ്കിലും വേണമെങ്കിലും കയറാം, ഏത് കപ്പലിലും കയറാം, വിമാനത്തിൽ കയറാം. എക്സാക്ട്ലി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഡിവൈസും പിടിച്ചെടുക്കാം. ഡിവൈസിലുള്ള ഡാറ്റ മുഴുവൻ അവർക്ക് നോക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാവാനാണ് സാർ. ഒരു വിവരം കൂടെ വരുന്നുണ്ട്. ഈ IT റെയ്ഡിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥന്റെ വളരെ അടുത്ത ബന്ധു 2016 ഒരു IT റെയ്ഡിൽ വാർത്തകൾ നിറഞ്ഞതെന്നാണ്. മിക്കവാറും അടുത്ത ദിവസം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. നേരത്തെ ജിമ്മി പറഞ്ഞ ആ ഉദ്യോഗസ്ഥന്റെ പേര്, മറ്റൊരു ഉദ്യോഗസ്ഥൻ ED-യുടെ ഉദ്യോഗസ്ഥന്റെ പേര് P. രാധാകൃഷ്ണൻ എന്നാ. P. രാധാകൃഷ്ണൻ ഇപ്പോൾ എവിടെയാ? P. രാധാകൃഷ്ണൻ എങ്ങനെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്? നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ കൃത്യമായ മാധ്യമങ്ങൾക്ക് ഓരോ വിവരവും എത്തിച്ചുകൊണ്ടിരുന്നു. ശിവശങ്കരനെ ചോദ്യം ചെയ്ത ആളാണ് ഈ P. രാധാകൃഷ്ണൻ. ഈ അന്ന് ശിവശങ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ED-യുടെ ഫ്രെയിമിലൂടെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ ലൂപ്പ് ഹോളിൽ നിങ്ങൾക്ക് ECIR രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടിച്ച് ജയിലിടാൻ പറ്റും. അങ്ങനെ ഈ ശിവശങ്കരനെ പിടിച്ച് ജയിലിലിട്ട ഉദ്യോഗസ്ഥനെ ED തന്നെ പുറത്താക്കി. കാരണം എന്താ? കൈക്കൂലി കേസിൽ പുറത്താക്കി എന്നുള്ളതാണ്. ഇതാണ് പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ P. രാധാകൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ നമ്മളിനി കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കൃഷ്ണപ്രസാദിന്റെ പേരിലുള്ള അലിഗേഷൻസ്
ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ അലിഗേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമല്ല, ബിസിനസ് സംരംഭകർക്കാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് എല്ലാത്തിലും റിസ്ക് എടുക്കാനുള്ള ധൈര്യം ധൈര്യമുണ്ട്. ഈ കാര്യത്തിൽ മാത്രം ആ ധൈര്യം എടുത്തില്ല എന്നുള്ളതാണ്. പോരാടണം, ഫൈറ്റ് ചെയ്യാതെ മറ്റു നിവൃത്തിയില്ല. ജയിലിൽ പോയാലും പോരാടുക എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ റോയിക്ക് അത് സാധിച്ചില്ല. ഇന്നത്തെ കാലത്ത് അത് പ്രതീക്ഷിച്ച ബിസിനസ് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഏജൻസികൾ ആയുധമാണോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 4 പേരുടെയും മറുപടി. Meet the editors.